ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചാന്ദ് മേരാ ദിൽ എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ആരവനെയാണ്. ഫോറിൻ കൺട്രിയിൽ പോയിട്ട് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവൻ അവിടെ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. നമ്മുടെ നായികയായ ചാന്ദിനെ അവൻ കോൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഇവർ രണ്ടുപേരും പരസ്പരം പ്രണയിച്ചിരുന്നവരാണ്. പക്ഷെ പിന്നീട് എന്തൊക്കെയോ ഇവരുടെ ലൈഫിൽ സംഭവിച്ചു. നാട്ടിൽ ഇവരുടെ ബാച്ചിന്റെ റീയൂണിയൻ നടക്കുന്നുണ്ട്. അതിന് നീ വരുമോ എന്ന് അവളോട് ചോദിച്ചതും അവള് പറയുന്നുണ്ട് തനിക്ക് കുറച്ച് മീറ്റിംഗ്സും വർക്കും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അന്ന് എന്തായാലും വരാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും ആരവ് കുറച്ച് സങ്കടത്തിലായിരുന്നു. അങ്ങനെ ആരവ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. കോളേജ് റീയൂണിയന്റെ അന്ന് അവൻ തന്റെ പഴയ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. സമീറും ചിന്നയായിരുന്നു അവന്റെ ഉറ്റ സുഹൃത്തുക്കൾ. അന്ന് സ്റ്റേജിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ആ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ആരവ് തന്റെ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. അവൻ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം ഇതുപോലൊരു ദിവസം ആ സ്റ്റേജില് നമ്മുടെ നായികയായ ചാന്ദിനി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ബോറടിച്ച പോലെ ഇരിപ്പായിരുന്നു. എന്നാൽ അവളാകട്ടെ ക്ലാസിക്കലും വെസ്റ്റേണും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഡാൻസ് കളിച്ചത്. അത് ആരവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ട മാത്രയിൽ തന്നെ അവളോട് തോന്നിയൊരു അട്രാക്ഷൻ. പിന്നീട് അങ്ങോട്ട് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചാന്ദിനിയെ അവൻ സ്ഥിരം ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. എന്നും രാവിലെ ഹോസ്റ്റലിൽ നിന്നും അവൾ കോളേജിലേക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് അതേ കളർ മാച്ചിങ് ഡ്രസ്സ് അവനും ഇടാൻ തുടങ്ങി. ബാക്കി എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും ചാന്ദിനി ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം രാവിലെ അവൻ നോക്കുമ്പോ അവളാകട്ടെ ആൺകുട്ടികൾ അധികം ഇടാത്ത ഒരു പച്ച കളർ ഡ്രസ്സായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. അതുപോലൊരു ഡ്രസ്സ് അവനും പോയി രാവിലെ തന്നെ വാങ്ങുന്നു. അവന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ ഇതിട്ടുകൊണ്ട് പോകുന്നു ആരും എന്തായാലും വിചാരിക്കില്ല എന്ന്. എന്നാൽ ധൈര്യപൂർവ്വം അവൻ ആ ഡ്രസ് ഇട്ട് ക്ലാസ്സിലേക്ക് പോയി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ചാന്ദിനിയും. ശരിക്കും ചാന്ദിനി എല്ലാ ദിവസവും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ അതേ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നത് അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ഫ്രണ്ട് ജോൾസിനെ തന്നെയാണ് അവളോട് പറഞ്ഞത് ഇന്ന് നീ ഈ പച്ച കളർ ഇട്ടുകൊണ്ട് പോ, അവൻ എന്തായാലും ഇത് ഇട്ടുകൊണ്ട് വരാൻ ചാൻസ് ഇല്ലാന്ന്. പക്ഷെ അവരുടെ ആ ഒരു ധാരണ തെറ്റി. അവളോടുള്ള പ്രണയം കാരണം അവൻ ആ കളർ പോലും ഇട്ടുകൊണ്ട് വന്നു. അവനങ്ങനെ ഫോഴ്സ്ഫുള്ളി വന്ന് സംസാരിക്കുകയോ തന്റെ ഇഷ്ടം തുറന്നു പറയുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവന്റെ സ്നേഹം പ്യൂർ ആണെന്ന് ചാന്ദിനി കരുതുന്നുണ്ട്. അതുകൊണ്ട് അവളായിട്ട് തന്നെ അവനോട് പോയി സംസാരിക്കുകയും തനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് അവൾ ചെല്ലുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ തന്നെക്കാൾ അറിവ് അവൾക്കുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത് തന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് അവന് മനസ്സിലായി. പതിയെ പതിയെ അവർ കൂടുതൽ അടുത്തു. പരസ്പരം പ്രണയിക്കാൻ ആരംഭിച്ചു. മിക്ക ദിവസങ്ങളിലും ആരും കാണാതെ ആരവിന്റെ ഹോസ്റ്റൽ റൂമിൽ അവളെത്തും. അവർ സെക്സിൽ ഏർപ്പെടുകയും ചെയ്യും. ആരവ് സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് വരുമ്പോൾ അവൻ എക്സ്ട്രാ സ്മോക്ക് ചെയ്യും. കയ്യിൽ സിഗരറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ സ്ട്രെസ് വരുന്ന സമയത്ത് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റ് അവൻ ബെഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം അവൻ ചാന്ദിനിയോടും പറയുന്നു. എന്നാൽ ദിവസം ഒരു പാക്കറ്റെങ്കിലും അവൻ സ്മോക്ക് ചെയ്യുന്നത് കാരണം ആ സ്മോക്ക് ശ്വസിച്ച് അവൾക്ക് ത്രോട്ടിന് ഇൻഫെക്ഷൻ വരുന്നുവെന്ന് അവൾ അവനോട് പറഞ്ഞു. കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്ലാൻ എന്താണെന്ന് അവൾ ചോദിച്ചതും അവൻ പറയുന്നുണ്ട് 2 വർഷം യുഎസിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന്. എന്നാൽ ചാന്ദിനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് നാട് വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. 2 വർഷത്തേക്ക് അവളെ വിട്ടുപോകുമ്പോൾ അവൾക്കും വിഷമമാകും തനിക്കും വിഷമമാകും എന്ന് മനസ്സിലാക്കി ആരവ് അവളോട് പറയുന്നുണ്ട് ഞാൻ എന്നാ ഇന്ത്യയിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്തുകൊള്ളാമെന്ന്. തനിക്ക് വേണ്ടി അവൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതും അവൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നട റോഡിൽ വെച്ച് തന്നെ അവനെ കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പോലീസുകാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ടു പോകുന്നു. സ്റ്റേഷനിലിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിനക്ക് സ്ട്രെസ് ആകുന്നുണ്ടല്ലേ, സ്മോക്ക് ചെയ്യാൻ സിഗരറ്റ് ഇല്ലേന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ സ്മോക്ക് ചെയ്യാറില്ല, അത് താൻ ക്വിറ്റ് ചെയ്തു എന്ന്. എന്റെ സ്മോക്കിംഗ് കാരണം നിനക്ക് ത്രോട്ടിനൊരു പ്രശ്നം വരണ്ടെന്ന് കരുതി നിനക്ക് വേണ്ടി ഞാനത് ഉപേക്ഷിച്ചു. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾക്ക് വേണ്ടി ഒരാള് ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യുന്നത്. അവളുടെ കുട്ടിക്കാലം മുതലേ അവൾ കണ്ടിരുന്നത് അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്ക് കൂടുന്നതായിരുന്നു. അവളെ റൂമിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു അവര് പുറത്തുപോയി വഴക്കുണ്ടായിക്കൊണ്ടിരുന്നത്. അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ചെറുപ്പത്തിലെ വലിയൊരു ട്രോമ ഉണ്ടായിരുന്നു. അച്ഛനമ്മയെ തല്ലുന്നതൊന്നും തന്നെ അവൾക്ക് കണ്ടു നിൽക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്നും അവരുടെ ഫ്രണ്ട്സ് ഇറക്കിക്കൊണ്ടുവന്നു. ആരവിന്റെ ആ ഹോസ്റ്റൽ റൂമിൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അവരുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് വളരെയധികം സ്പെഷ്യലും ആയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ചാന്ദിനി ആരവനോട് വളരെയധികം ടെൻഷനോടുകൂടി പറയുന്നുണ്ട് താൻ പ്രഗ്നന്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന്. തനിക്ക് പീരീഡ്സ് ആയിട്ട് 40 ദിവസമായി. അത് കേട്ടതും ആരവും കുറച്ച് ടെൻഷനിലായി. അവൻ പെട്ടെന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഇവർ ടെസ്റ്റ് ചെയ്യുന്നു. റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. അബോർഷൻ അല്ലാതെ വേറെ മാർഗമില്ലാന്ന് രണ്ടുപേർക്കും മനസ്സിലായി. കോളേജിന്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരെ മാറിയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് അവർ ചെക്കപ്പിന് പോകുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അബോർഷൻ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. അവിടെ വെച്ച് തന്നെ ഒരു ടാബ്ലറ്റ് കഴിക്കണമെന്നും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ടാബ്ലറ്റ് കഴിക്കണമെന്നും അതോടുകൂടി എല്ലാം ക്ലിയർ ആകുമെന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ ആ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾ വല്ലാതെ ടെൻഷൻ ആകാൻ തുടങ്ങി. ആ നിമിഷം അവളുടെ ഉള്ളിലുള്ള അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അബോർഷൻ ചെയ്യേണ്ടെന്ന് അവൾ തീരുമാനിക്കുന്നു. ആകെ സങ്കടത്തോടു കൂടി അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരവനോട് കാര്യം പറഞ്ഞു. എന്നാൽ നീ എന്തൊക്കെയാ പറയുന്നത്, ഈ കുഞ്ഞിനെ നമുക്കിപ്പോൾ വളർത്താൻ പറ്റില്ല എന്നാണ് ആരവ് പറയുന്നത്. കാരണം രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗ്രാജുവേഷൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അവരൊരു കുഞ്ഞിനെ വളർത്തും, അതായിരുന്നു അവൻ ചോദിച്ചത്. അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് ചാന്ദിനിയോട് സംസാരിച്ചെങ്കിലും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞിനെ എനിക്ക് അബോർട്ട് ചെയ്ത് കളയാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല,
പോവില്ല. ഞാൻ നാട്ടിലെത്തി എന്റെ അമ്മയോട് കാര്യം പറയും. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എന്തൊക്കെ വന്നാലും എന്റെ കൂടെ നിൽക്കും. ചില ആൾക്കാർ കരിയറിലും സ്റ്റഡീസിലും ഒക്കെ ഗ്യാപ്പ് എടുക്കുന്നത് പോലെ ഞാനും ഒരു ഗ്യാപ്പ് എടുക്കും. നമ്മുടെ കുഞ്ഞൊന്ന് വലുതായി കഴിഞ്ഞിട്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് എവിടെയെങ്കിലും നല്ലൊരു ജോബ് കണ്ടെത്തി കുഞ്ഞിനെ നോക്കി ഒരു നാനിയെ വെച്ച ശേഷം ഞാൻ ജോലിക്ക് പോകും. അവൾ അത്രയധികം ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അവൾ പറയുന്നതൊന്നും അവൻ അത്രയധികം പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. അവൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവൾ ട്രെയിൻ കയറി അവിടെ നിന്നും പോയി. എന്നാൽ അവൻ പിറകെ അവളെ ചേസ് ചെയ്ത് പോകുന്നു. അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങിയതും അവനും അവിടേക്ക് എത്തി അവളോട് പറയുന്നുണ്ട്, ലൈഫിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നീ പറഞ്ഞു, പക്ഷെ ആ പ്ലാനിലൊന്നും തന്നെ താനുണ്ടായിരുന്നില്ല. എനിക്കും ആ പ്ലാനിന്റെ പാർട്ട് ആകണമെന്നും നിനക്കെന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോന്നും അവൻ ചോദിക്കുന്നുണ്ട്. അവളുടെ തീരുമാനം എന്താണോ അതിനെ അംഗീകരിക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണ്ട. അത് കേട്ടതും അവൾ ഒരുപാട് റിലാക്സ് ആവുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ മാരേജ് നടത്തിയിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നായിരുന്നു അവരുടെ തീരുമാനം. അതുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആരവ് അവളെയും കൂട്ടി തന്റെ പേരൻസിന്റെ ആനിവേഴ്സറിയുടെ അന്ന് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ഉദയ്പൂരിലായിരുന്നു അവന്റെ വീട്. അവന്റെ സഹോദരിയുടെ കാര്യങ്ങൾ പറയുന്നത് അവിടുത്തെ ഒരു കൊച്ചുകുട്ടി ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. ആ കുട്ടിയാകട്ടെ എല്ലാവരോടും പോയി പറയുന്നുണ്ട് ആരവ് അച്ഛനും ഈ ചാന്ദിനി ആന്റി അമ്മയും ആകാൻ പോവുകയാണെന്ന്. അങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ബന്ധം പുറത്തു വന്നത് തന്നെ. ഇത് കേട്ടതോടുകൂടി ആരവിന്റെ വീട്ടുകാര് ഇതിനെ ശരിക്കും എതിർത്തു. ചാന്ദിനി തന്റെ മകനെ വളച്ചെടുക്കാൻ ശ്രമിച്ചതാണെന്ന് വരെയാണ് ആരവിന്റെ വീട്ടുകാര് പറഞ്ഞത്. ചാന്ദിനിയുടെ അമ്മയുടെ സപ്പോർട്ടെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് അവരോട് പോയി കാര്യം പറഞ്ഞപ്പോൾ അവരും ആദ്യം പറയുന്നത് നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് നീ തിരുത്തുകയാണ് ചെയ്യേണ്ടതെന്ന്. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. ഇവനെ നീ അതിന് വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവൾ അതിനെ ശക്തമായി എതിർത്തു. തനിക്ക് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അവൾ ആരവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് കോളേജിലെ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നു. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി പ്രിൻസിപ്പൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സ്റ്റഡീസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് ഹോസ്റ്റൽ റൂമിൽ നിൽക്കാൻ പറ്റില്ല. അത് സാരമില്ല, തങ്ങൾ പുറത്തെവിടെയെങ്കിലും റൂം എടുത്തുകൊള്ളാമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ താൻ നോക്കിക്കൊള്ളാമെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അങ്ങനെ അവരുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് അവരുടെ മാരേജ് നടത്തുന്നു. സ്റ്റഡീസിന്റെ കൂടെ ചെലവുകൾ നോക്കണമെങ്കിൽ ആരവനൊരു ജോലി കണ്ടെത്തിയെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവന്റെ ഫ്രണ്ട്സ് അവന് ജോലി വാങ്ങിക്കൊടുത്തു. കൂടാതെ ഫ്രണ്ട്സിന്റെ സഹായത്തോടു കൂടി തന്നെ അവൻ റെന്റിന് ഒരു വീടും എടുത്തു. ആരവ് തന്റെ സ്റ്റഡീസും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഒരു കമ്പനി അവിടെ നടത്തിയ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ചാന്ദിനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു. ഒരു ദിവസം ചാന്ദിനിക്ക് പെട്ടെന്ന് പെയിൻ വരുന്നു. ആ സമയം ആരവ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഫോൺ സൈലന്റ് ആയത് കാരണം അവൻ കേട്ടില്ല. ചാന്ദിനി ഫ്രണ്ട്സിനെ വിളിക്കുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു. കാര്യം അറിഞ്ഞ് ആകെ ടെൻഷനായാണ് ആരവ് അവിടേക്ക് എത്തുന്നത്. അന്ന് അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. കാവ്യ എന്നായിരുന്നു ആ കുട്ടിക്ക് അവർ പേരിട്ടത്. അടുത്ത ക്യാമ്പസ് ഇന്റർവ്യൂവില് ആരവിന് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ ഗുർഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു അവൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. തന്റെ ഫാമിലി ഇവിടെ ഉള്ളപ്പോൾ അവരെ വിട്ടിട്ട് അത്രയും ദൂരെ പോകാൻ പറ്റില്ലെന്നും ഇവിടെ തന്നെയുള്ള നിങ്ങളുടെ ബ്രാഞ്ചില് വേക്കൻസി ഉണ്ടോന്നും അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ തങ്ങൾ പറയുന്ന ബ്രാഞ്ചിലേക്ക് തന്നെ പോകണമെന്ന് അവർ പറയുന്നു. അതോടുകൂടി കയ്യിൽ കിട്ടിയ ആ ജോലി പോയി. അവന് ചാന്ദിനിയും കാവ്യ ഇട്ടിട്ട് ദൂരേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. കൂടാതെ ഇത്ര ചെറുപ്രായത്തില് വിവാഹം കഴിക്കുകയും ഒരു കുട്ടിയുടെ അച്ഛനാവുകയും ചെയ്തതിന്റെ പേരിൽ അവർ അവനെ കളിയാക്കുകയും ചെയ്തു. ചൈൽഡ് മാരേജ് ഒക്കെ ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞിട്ട്. കാവ്യ ജനിച്ചതിന് ശേഷമുള്ള ദിവസങ്ങള് അവർക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു. രാത്രിയിൽ പലപ്പോഴും ചാന്ദിനിക്കും ആരവിനും ഉറക്കമുണ്ടായിരുന്നില്ല. മാറി മാറി അവർ കുഞ്ഞിനെ നോക്കിക്കൊണ്ടേയിരുന്നു. പല ദിവസങ്ങളിലും കോളേജിലേക്കും ഇവർ കുഞ്ഞിനെ കൊണ്ടുപോയി. ആരവ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുകയും ഒരു കുഞ്ഞിന്റെ അച്ഛനാവുകയും ചെയ്തതെല്ലാം തന്നെ ആരവ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റുഡന്റ് ഇടയ്ക്കിടയ്ക്ക് അവനെ കളിയാക്കും. എന്നാൽ ആദ്യമൊക്കെ അവൻ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും കോളേജിലെ ക്ലാസും കോച്ചിങ് സെന്ററിലെ ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആരവ് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ചാന്ദിനി അവനോട് പറയുന്നുണ്ട് ഞാനും കൂടി എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന്. എന്നാൽ ആരവ് പറയുന്നുണ്ട് നീ കാവ്യയുടെയും നിന്റെ സ്റ്റഡീസിന്റെയും കാര്യം നോക്കിയാൽ മതി. മാസവാടകയും ചെലവിനുള്ള കാര്യങ്ങളും താൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊള്ളാമെന്ന്. സ്റ്റഡീസും കുഞ്ഞിനെ നോക്കലും എല്ലാം കൂടി ചാന്ദിനിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വളരെയധികം വീക്കായി തുടങ്ങി. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ സ്വന്തമായിട്ട് ഷോപ്പിങ്ങിന് പോവുകയും ഡ്രസ്സ് എടുത്തിട്ട് നോക്കി അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ തന്റെ കുഞ്ഞിന് വേണ്ടി പർച്ചേസ് ചെയ്യാനായിരുന്നു ചാന്ദിനി പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം വീട്ടിൽ വെച്ച് ഇവരെല്ലാവരും കമ്പൈൻ സ്റ്റഡി നടത്തുകയായിരുന്നു. ആ സമയം കാവ്യ വല്ലാതെ കരയാൻ തുടങ്ങി. ചാന്ദിനിയാകിട്ട് ആരവനോട് കാവ്യയെ നോക്കാൻ പറയുന്നു. എന്നാൽ ആരവ് തിരിച്ച് ചാന്ദിനിയോട് പറയുന്നുണ്ട് നീ കുഞ്ഞിനെ നോക്കാൻ, ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് കേട്ടതും ചാന്ദിനി ആകെ വല്ലാതെയായി. ആരവ് കുറച്ച് ദേഷ്യപ്പെട്ടായിരുന്നു സംസാരിച്ചത്. ജോത്സ്നിയാകട്ടെ ഇതിനെപ്പറ്റി ചാന്ദിനിയോട് ചോദിക്കുന്നുണ്ട് അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ശരിയാണോ എന്ന്. എന്നാൽ ചാന്ദിനി പറയുന്നുണ്ട് അവൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്ന്. വീണ്ടും അവരുടെ കോളേജിലെ ക്യാമ്പസ് ഇന്റർവ്യൂസ് നടക്കുന്നു. ചെറിയ എക്സാംസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡെയിലി കോളേജിൽ വരുന്നതും കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നതും കുഞ്ഞിനെ രാത്രിയിൽ നോക്കിയുള്ള സ്ട്രെസ്സും എല്ലാം കൂടിയായപ്പോൾ അവന് കോൺസെൻട്രേഷനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവനേക്കാൾ നന്നായിട്ട് ഇന്റർവ്യൂസിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അവിടെ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂയിലെ നല്ല കമ്പനികളിലൊന്നും തന്നെ അവന് സെലക്ഷൻ കിട്ടിയില്ല. അവൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത അവന്റെ കൂടെ ഇരുന്ന സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ആ നല്ല കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. ഒരു കമ്പനിയിലും സെലക്ഷൻ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ ഇന്റർവ്യൂവിൽ മാത്രമാണ് ആരവിന് സെലക്ഷൻ കിട്ടിയത്. മെക്കാനിക്കൽ ഫീൽഡിലുള്ള അവന് IT സ്റ്റാർട്ടപ്പ്
അറ്റംപ്റ്റിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. തന്റെ ഫീൽഡ് പോലുമല്ല. ആകെ സങ്കടത്തിലായിരുന്നു അവനെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യത്തെ ജോലി കിട്ടിയതിന്റെ പേരിൽ ചാന്ദിനി ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കുമ്പോഴും അവൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞിട്ടും അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് നീ ഓക്കെ ആണെന്ന് ചാന്ദിനി ചോദിക്കുന്നു. അവൻ ആദ്യമൊന്നും ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തുറന്നു പറയുന്നുണ്ട്, നീ എന്തിനാ ഈ പാർട്ടി വെച്ചത്? എനിക്ക് ആദ്യത്തെ ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് ഒരു പാർട്ടി വെക്കേണ്ട കാര്യമില്ല. എനിക്ക് അർഹതപ്പെട്ട ജോലിയല്ലത്. ഞാൻ അറിയിച്ചിരുന്നത് ഇതിനേക്കാൾ വലുതായിരുന്നു. അവൻ ഒരുതരം ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ലൈഫിൽ അവനെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. അവളുമായിട്ടൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നാണ് അവൻ പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും എക്സാംസിനും ഇന്റർവ്യൂസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവിടെ കോളേജിലെ സ്റ്റഡീസും കഴിഞ്ഞിട്ട് കോച്ചിങ് സെന്ററിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു. ഈ ചെലവുകളും ഇവിടുത്തെ വാടകയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. എന്നാൽ തിരിച്ച് ചാന്ദിനിയും പറയുന്നുണ്ട്, ഞാനും അതുപോലെ കുഞ്ഞിനെ നോക്കി ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന്. പക്ഷെ അതൊന്നും ഞാൻ നിന്റെ മുന്നിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നീ എടുത്ത ആ ഒരു തീരുമാനത്തിന്റെ പേരിൽ എന്റെ കരിയർ തന്നെ നശിച്ചു പോകുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ അവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. നിന്റെ കൂടെ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുകൊണ്ടാ. പക്ഷെ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പ്രായം എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അന്നെടുത്ത ആ തീരുമാനം തെറ്റായിരുന്നു. നിന്നെ കൊണ്ട് പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനിറങ്ങി പുറപ്പെട്ടു എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന്. ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിയതാ. പക്ഷെ അത് നിനക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവളും തിരിച്ചു പറയാൻ തുടങ്ങി. ദേഷ്യമെന്ന് അവനാകട്ടെ അവളുടെ കവളിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർക്കുന്നു. അവൾ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അവൾ അനുഭവിച്ച അതേ ട്രോമ അവളുടെ അച്ഛനും അവളുടെ അമ്മയോട് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പെട്ടെന്നൊരു നിമിഷം ആരവനും മനസ്സിലായി താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അവളുടെ എല്ലാ ട്രോമകളെ പറ്റിയും അവനറിയാം. അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അകന്നു മാറിയിട്ട് അവളോട് ഒരുപാട് സോറി പറയുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ല. പേടിച്ചു പോയി വാതിലടച്ചിരുന്ന് കരയുകയായിരുന്നു. കുറെ നേരം പുറത്തു നിന്ന് അവൻ സോറി പറയുകയും വാതിൽ തുറക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കാരണം അവൾ കാവ്യ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തു. പിന്നീട് ആരവിനെ തേടിയെത്തിയത് ഡിവോഴ്സ് പേപ്പർ ആയിരുന്നു. അവൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൻ തന്റെ സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. നീ അവളോട് പോയി സോറി പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കാനാണ് അവന്റെ സിസ്റ്റർ പറഞ്ഞത്. കുറെ ദിവസങ്ങളായിട്ട് അവളുമായിട്ട് അവനൊരു കോണ്ടാക്റ്റും ഇല്ല. ഒടുവിൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയ കമ്പനിയിൽ പോയി അവളെ അവൻ കാണുന്നുണ്ട്. എല്ലാത്തിനും സോറി പറയുന്നു. തനിക്കൊരു ചാൻസ് കൂടി തരണമെന്ന് പറഞ്ഞു. കാവ്യ എന്നിൽ നിന്നും അകറ്റരുതെന്ന് അവൻ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്, നിനക്കൊരു ചാൻസും കൂടി തരാൻ എനിക്ക് പറ്റില്ല. കാവ്യയെ ഞാൻ അകറ്റില്ല. എല്ലാ വീക്കെൻഡ്സിലും നിനക്ക് കാവ്യയെ കാണാൻ വരാം. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. തിരിച്ചവൾ തന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ആരവന് മനസ്സിലാകാൻ തുടങ്ങി. ചാന്ദിനിയുടെ കൊളീഗ് കെവിൻ ആകട്ടെ ചാന്ദിനിയുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. അവൾ സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കി നടക്കാനിരുന്ന മീറ്റിംഗ് കുറച്ചുകൂടി ലേറ്റ് ആക്കിയാണ് അയാൾ നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും അവൾക്ക് ഷെയർ ചെയ്യാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരാളായിരുന്നു കെവിൻ. ആരവാകട്ടെ ഇപ്പോഴും കോച്ചിങ് സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ സ്ഥിരമായിട്ട് കളിയാക്കൊണ്ടിരുന്ന സ്റ്റുഡന്റ് ആകട്ടെ ഇപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞതിന്റെ പേരിലും അവനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെയിരിക്കും ഒരു ദിവസം ചാന്ദിനി പറഞ്ഞ പ്രകാരം വീക്കെൻഡിൽ ആരവാകട്ടെ ചാന്ദിനി താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് പോകുന്നു കാവ്യയെ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ എത്തുമ്പോൾ വാതിൽ തുറക്കുന്നത് കെവിനാണ്. ആരവ ആദ്യമൊന്നും ഷോക്കായി. ചാന്ദിനിക്ക് ആ ഫ്ളാറ്റ് സെറ്റാക്കി കൊടുത്തത് കെവിനായിരുന്നു. തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് കെവിനും താമസിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇവൻ കുക്ക് ചെയ്യുമായിരുന്നു. ആരവ് കെവിനോട് പറയുന്നുണ്ട് താൻ കാവ്യയുടെ അച്ഛനുമാണ്, കൂടാതെ ചാന്ദിനിയുടെ ഹസ്ബൻഡും ആണെന്ന്. ലീഗലി അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. കേസ് നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ തനിക്ക് അറിയാമെന്ന് കെവിൻ പറയുന്നു. കാവ്യ അവൻ കയ്യിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും കുറെ നാളായിട്ട് കാവ്യ അവനെ കാണാതിരുന്നതുകൊണ്ട് അവന്റെ കയ്യിലേക്ക് പോകുന്നില്ല. കരയാൻ ആരംഭിച്ചു. എന്നാൽ കെവിന്റെ കൂടെ കാവ്യ ഓക്കെ ആയിരുന്നു. നീ നാളെ വന്നാ മതി, കാവ്യ പതിയെ പതിയെ നിന്റെ കൂടെ അടുക്കുമെന്ന് ചാന്ദിനി പറയുന്നു. ആകെ സങ്കടത്തോടു കൂടിയാണ് ആരവ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. എന്നാൽ പിറ്റേന്ന് അവൻ സ്വന്തമായിട്ട് ഒരു ചെറിയ കളിപ്പാട്ടം ഉണ്ടായിക്കൊണ്ടാണ് കാവ്യയെ കാണാൻ വരുന്നത്. അന്ന് അവന് കാവ്യയുമായിട്ട് കുറച്ചധികം ക്ലോസ് ആകാൻ പറ്റി. ഇപ്പോൾ അവൻ എടുക്കുമ്പോൾ കാവ്യ കരയിലായിരുന്നു. അവൻ തന്റെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഒരു കളിപ്പാട്ടം ചാന്ദിനി ശ്രദ്ധിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം കാവ്യം കൊണ്ട് പുറത്തു പോകാൻ ചാന്ദിനി ആരവന് അനുവാദം കൊടുത്തു. അവൻ കാവ്യം കൊണ്ട് കുറച്ചു ദിവസം മുന്നേ ഫീവർ വന്നു പോയത് കൊണ്ട് തന്നെ കാവ്യക്ക് മരുന്ന് കൊടുക്കണമായിരുന്നു. മറക്കാതെ അത് കൊടുക്കണമെന്ന് ചാന്ദിനി ആരവനോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവൻ ആ ബാഗ് എടുക്കാൻ മറന്നു. കാവ്യ വല്ലാതെ കരയാൻ ആരംഭിച്ചു. ചാന്ദിനി കാണുമ്പോൾ കാവ്യ കരയുന്നത് കണ്ട് മരുന്ന് കൊടുത്തില്ലെന്ന് അവൾ ചോദിച്ചതും ബാഗ് മറന്ന കാര്യം ആരവ് പറയുന്നു. ചാന്ദിനി അവനോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് ഈ ഒരു കാര്യം പോലും ഉത്തരവാദിത്തോട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൾ വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. ഇനി മേലാൽ കാവ്യ കാണാൻ വരണ്ടാന്ന് കൂടി പറഞ്ഞു. ആരവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ചാന്ദിനിക്കൊരു കാര്യം മനസ്സിലായത്. അവൾ ആ ബാഗിൽ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം താൻ ദേഷ്യപ്പെട്ടതെല്ലാം ആലോചിച്ച് അവനോട് സോറി പറയുന്നുണ്ട്. നീ ഇനിയും കാവ്യയെ കാണാൻ വന്നോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും അവൻ തിരിച്ചൊരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് കാവ്യം കൊണ്ട് പുറത്തു പോകുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ അമ്പലത്തില് ഇന്നിവർ രണ്ടുപേരും തങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നവരാണെന്ന് മാത്രം. കെവിനും ചാന്ദിനിയും കുറച്ചധികം ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. കെവിന് ചാന്ദിനിയോട് ഇഷ്ടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. ഒരു ദിവസം അവനത് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു. എന്നാൽ ചാന്ദിനി
ചാന്ദിനി പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ആരവനോട് കുറച്ച് ഫീലിംഗ്സ് ഉണ്ട്, തങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ എനിക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന്. കാവ്യയും കെവിന്റെ കൂടെ ക്ലോസ് ആണ്. കെവിന്റെ കൂടെ തനിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പിലാകാൻ ചാന്ദിനിക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ സഹോദരി വിളിച്ചിട്ട് ആരവാകട്ടെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അവൻ അറിയുന്നത് അവന്റെ ഫാമിലിയും ചാന്ദിനിയും ചാന്ദിനിയുടെ അമ്മയും അവിടെ ഉണ്ടെന്ന്. ഒരു കോംപ്രമൈസിനായിരുന്നു അവർ വിളിച്ചത്. നിങ്ങൾ അന്നൊരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് നിങ്ങൾ ഒരു വർഷത്തിനിടയിൽ തന്നെ പിരിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല എന്നും നിങ്ങൾക്കിടയിലെ വഴക്ക് എന്താണെങ്കിലും അത് സോൾവ് ചെയ്യണമെന്നും പറയുന്നു. കൂടാതെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, അതിന്റെ ഒരു കേക്ക് കൂടി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അറിയാം അവർക്കിടയിലെ പ്രശ്നം ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല എന്ന്. ശരിക്കും എന്തിനാ വഴക്കിട്ടേന്ന് ഇവരെല്ലാവരും നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ചാന്ദിനി ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ ആരവ് തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഇവൾക്ക് നേരെ കൈ ഉയർത്തിയെന്ന്. അത് കേട്ടതും എല്ലാവർക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. ചാന്ദിനിയുടെ അമ്മയാകട്ടെ ആരവിന് നേരെ തിരിഞ്ഞു. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ എന്റെ മകളോട് അങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞിട്ട്. നിന്റെ വീട്ടില് ഇതൊക്കെയായിരിക്കും നീ പഠിച്ചത്, പക്ഷെ എന്റെ മകളോട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അവര് പറയുന്നു. അതോടുകൂടി ആരവിന്റെ വീട്ടുകാരും തിരിച്ചു പറയാൻ തുടങ്ങി, നിങ്ങളുടെ വീട്ടില് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് മുന്നേ ഡിവോഴ്സ് ചെയ്യാനായിരിക്കും പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. രണ്ട് വീട്ടുകാരും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ ദേഷ്യം വന്ന ചാന്ദിനി അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി വേറൊരാളെ ഇഷ്ടമാണ്, ഞാൻ അയാളെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന്. അത് കേട്ടതോടുകൂടി ആരവൻ ഞെട്ടി. കെവിനെ പറ്റിയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സംഭവത്തോടുകൂടി രണ്ടുപേരുടെയും ഫാമിലി പിന്നെ ഇവരെ ഒന്നിപ്പിക്കാൻ നിന്നില്ല. ഹാപ്പി ആനിവേഴ്സറിയും കൺഗ്രാറ്റുലേഷനും പറഞ്ഞിട്ടാണ് ആരവ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ രാത്രിയിൽ അവനെ കാണാൻ വേണ്ടിയിട്ട് ചാന്ദിനി വരുന്നുണ്ട്. നിന്നോട് മൂവ് ഓൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ് ആകുമെന്ന് തനിക്ക് അറിയാമെന്ന് ആരവ് അവളോട് പറയുന്നു. അവിടെ ബെഡ്റൂമില് അവൻ കാവ്യയ്ക്ക് വേണ്ടി വാങ്ങിയ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ ചാന്ദിനിയുടെയും കാവ്യയുടെയും ഒരുപാട് ഫോട്ടോസും. അതെല്ലാം കണ്ടപ്പോൾ ചാന്ദിനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. സ്ട്രെസ് വരുന്ന സമയത്ത് നീ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന സിഗരറ്റ് ഇപ്പോഴും ഈ ബെഡിനടിയിൽ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു വാക്ക് തന്നതാണ്, ഞാൻ ഒരിക്കലും സ്മോക്ക് ചെയ്യില്ലെന്ന്. ആ വാക്ക് ഇന്നേ വരെ ഞാൻ തെറ്റിച്ചിട്ടില്ല. നീ എന്റെ ലൈഫിൽ നിന്ന് പോയാലും അതൊരിക്കലും താൻ തെറ്റിക്കില്ല. അതൊക്കെ കേട്ടപ്പോൾ ചാന്ദിനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇത് നമ്മളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, പിരിയാൻ പോവുകയാണെങ്കിലും ആഘോഷിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ചാന്ദിനി തന്നെ വിട്ടു പോകില്ലാന്ന് ചെറിയൊരു വിശ്വാസമൊക്കെ ആ സമയം ആരവിന് തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും കെവിന്റെ കോള് വന്നു. താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ചാന്ദിനി ഇറങ്ങി. അവൾ തിരിച്ചു വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇടയ്ക്കൊന്ന് തിരിച്ചു വന്നെങ്കിലും അതവളുടെ ബാഗ് എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചാന്ദിനി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരവൻ തകർന്നിരിക്കുകയായിരുന്നു. അവൾ മൂവ് ഓൺ ചെയ്യുകയാണ്. താനും ഇനി ഇങ്ങനെ നിന്നാ പറ്റില്ലെന്നും ഇതൊക്കെ മറക്കണമെന്നും ആരവിന് തോന്നുന്നുണ്ട്. അവൻ ആ ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. പക്ഷെ അവനെ കൊണ്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും സങ്കടപ്പെട്ടും കരഞ്ഞും തന്നെയായിരുന്നു അവൻ ഇരുന്നു കൊണ്ടിരുന്നത്. ഇവിടെ ചാന്ദിനിയാകട്ടെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു താൻ കെവിന്റെ കൂടെ സേഫ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും എന്നൊക്കെ. എന്നാൽ അവളുടെ ഉള്ളില് ഇപ്പോഴും ആരവനോട് ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. ഒടുവിൽ ലീഗലായിട്ട് ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞു. എന്നിട്ട് പോലും ചാന്ദിനിക്ക് ഉള്ളിലെ വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കോച്ചിങ് സെന്ററിൽ ആ പയ്യനാകട്ടെ ഡിവോഴ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരവിനെ കളിയാക്കാൻ ആരംഭിച്ചു. ദേഷ്യം വന്ന ആരവാകട്ടെ ഈ പ്രാവശ്യം ആ പയ്യന്റെ മുഖത്തടിക്കുന്നു. എന്നാൽ അവനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയ ആരവിനെ കുറച്ച് ഗുണ്ടകളെ കൊണ്ട് ഈ പയ്യനെ അടുപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലായ അവനെ അവന്റെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവന്റെ വീട്ടുകാർ അവനോട് പറയുന്നുണ്ട്, നിന്റെ ലൈഫിനെ നീ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പാടില്ലെന്ന്, മൂവ് ഓൺ ചെയ്തെങ്കിലേ പറ്റുമെന്ന്. ലൈഫിൽ ഇനി അങ്ങോട്ട് നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യണമെന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും അവർ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് കെവിനുമായിട്ട് ചാന്ദിനി എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തതും എന്നിട്ട് ലെറ്റർ ആരവൻ അയച്ചു കൊടുക്കുന്നതുമാണ്. എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ ആരവൻ ചെന്നിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റിന് മുന്നേ അവൻ ചാന്ദിനിയെ കണ്ട് സംസാരിക്കുന്നു. എന്റെ തെറ്റുകളെല്ലാം തന്നെ ഞാൻ നിന്റെയും കാവ്യയുടെയും മുകളിൽ ഇട്ടതാണ്. നീ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. എന്റെ ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ കാരണമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. അത് വലിയ തെറ്റാണെന്നും എനിക്കറിയാം. നയിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ എനിക്ക് നല്ലൊരു ഭർത്താവാൻ പറ്റിയില്ല. അതിനെല്ലാം അവൻ ക്ഷമ ചോദിക്കുന്നു. ലൈഫിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്താണെങ്കിലും എന്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. 2 വർഷം യുഎസിൽ പോയി അത് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ആഴ്ച പോവുകയാണെന്നും അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ടായിരുന്നു ചാന്ദിനിക്ക്. അത്രയും പറഞ്ഞിട്ട് ആരവ് അവിടെ നിന്നും പോയി. കെവിന്റെ കൂടെ ചാന്ദിനിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം ആരവ് യുഎസിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനും പോയി. പക്ഷെ കാവ്യയെ കാണാനും അവളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണമെന്ന് ആരവ് ചാന്ദിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുഎസിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ആരവ് കാവ്യയുമായിട്ട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവൻ കോളേജ് റീയൂണിയന് വേണ്ടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തി. കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റേജിലിരിക്കുന്ന സമയത്താണല്ലോ അവൻ ഇതെല്ലാം ആലോചിച്ചത്. ഇപ്പോൾ സ്റ്റേജില് പ്രോഗ്രാം തുടങ്ങാൻ ആരംഭിച്ചു. എന്നാൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പ്രോഗ്രാം നടത്തുന്നത് ചാന്ദിനിയായിരുന്നു. അവൾ വരില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് അവൾ വന്നിരിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് കോളേജിലേക്ക് വന്നതും പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട്. ആരവ് തന്റെ പഴയ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. ആ ഹോസ്റ്റൽ റൂമില് അവർ വരച്ചിരുന്ന അവരുടെ ഫോട്ടോസ് ഇപ്പോഴും മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു റൂമിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിലെ എല്ലാവരും കോമ്പറ്റീഷൻ നടത്തുമായിരുന്നു. ആ കോളേജിലെ തന്നെ വലിയൊരു പ്രണയ ജോഡികളുടെ റൂമാണല്ലോ അത്. ആ സമയം ചാന്ദിനി അവിടേക്ക് വരുന്നു.
ചാന്ദിനി അവനോട് ചോദിക്കുന്നുണ്ട് സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് എന്താ പ്ലാൻ എന്ന്. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും എനിക്ക് കാവ്യ കാണണമെന്നും അവളുടെ കുട്ടിക്കാലം എനിക്കിനി മിസ്സാക്കാൻ പറ്റില്ല എന്നും അവൻ പറയുന്നുണ്ട്. ആകെ സങ്കടത്തോടു കൂടി ചാന്ദിനി അവനോട് പറയുന്നുണ്ട്, ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അന്ന് നീ എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യവും വിഷമവും വന്നു. ആ ഒരു ദേഷ്യത്തില് ഞാനൊന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായത് ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. നമുക്കിടയിൽ പലതും കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണമായിരുന്നു. അന്ന് എൻഗേജ്മെന്റ് ഡേയുടെ അന്നും നിന്നോട് പോകരുതെന്നും ഇവിടെ തന്നെ നിൽക്കണമെന്നും പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനോട് ഇഷ്ടമുണ്ടെന്ന് അവന് മനസ്സിലായി. നീ എന്തുകൊണ്ട് എൻഗേജ്മെന്റ് ഡേയുടെ അന്ന് എന്നോട് പറഞ്ഞില്ല? ഇപ്പൊ എന്തിനത് എന്നോട് പറഞ്ഞ് എന്റെ ഉള്ള സമാധാനം കൂടി കളഞ്ഞതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ അന്ന് എന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് മറ്റൊരാളുടേതാകില്ലായിരുന്നു. നിന്നെ എനിക്ക് എന്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല. അതൊക്കെ പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. എന്നാൽ ആ സമയത്താണ് അവളെ ഞെട്ടിക്കുന്ന സത്യം അവനോട് തുറന്നു പറയുന്നത്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ കെവിനെ വിവാഹം കഴിച്ചിട്ടില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞെങ്കിലും അന്ന് തന്നെ ഞാൻ കെവിനുമായിട്ട് സംസാരിച്ചു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. നീ എന്ന് യുഎസിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ തോന്നാൻ തരുന്നത് ഇനിയും ഞാൻ കാരണം നിന്റെ സ്വപ്നങ്ങള് നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 വർഷവും നീ കാവ്യ വിളിക്കുമ്പോഴെല്ലാം തന്നെ നിന്റെ ഫോൺ കോളിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുമായിരുന്നു. കാവ്യയോട് നീ സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാമല്ലോ. ശരിക്കും അത് കേട്ടപ്പോൾ ആരവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവന്റെ ലൈഫില് അവൻ അവളെ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പരസ്പരമുള്ള എല്ലാ ദേഷ്യവും സങ്കടവും എല്ലാം മറന്ന് അവർ വീണ്ടും ഒന്നിച്ചു. കോളേജിലെ ഫ്രണ്ട്സിന്റെ റിയൂണിയന്റെ കൂടെ ആരവിന്റെയും ചാന്ദിനിയുടെയും ഫാമിലി റിയൂണിയനും കഴിയുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.